എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 4-ലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. താരമന്തരനുചിന്യ സന്തതം, അതായത് സന്തതം അനുചിന്യ താരം അന്ത, അന്ധകരണത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ എല്ലായ്പ്പോഴും, അതായത് ഇടമുറിയാതെ ഭഗവാനെ അങ്ങനെ ധ്യാനിക്കാം. ഇവിടെ എന്താ പറയുന്നത്? താരം എന്ന് പറഞ്ഞ ഓങ്കാരത്തെ ധ്യാനിക്കണം. പ്രാണവായും അഭിയമ്യ, പ്രാണവായുവിനെ സ്വാധീനമാക്കിയിട്ട് നിർമ്മല, നിർമ്മലന്മാരായി, അതായത് കാമക്രോധാദി ദോഷമകന്നവരായിട്ട് എന്നർത്ഥം. ഇന്ദ്രിയാണി വിഷയാത് അധ, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച ശേഷം, അതാണ് അപഹൃത്യ എന്ന് പറയുന്നത്. അപഹൃത്യ എന്നാൽ പിന്തിരിച്ച ശേഷം. ആസ്മഹേ ഭവതുപാസനോന്മുഖ, അങ്ങയെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായി, അതായത് ആസക്തരായി ഞങ്ങൾ ഇരുന്നോളാം, സന്നദ്ധരായിരുന്നോളാം. അല്ലെങ്കിൽ അങ്ങയോടുള്ള ഉപാസനയിൽ ഒരു ആസക്തി ഞങ്ങൾക്കുണ്ട്, അങ്ങനെ തന്നെ ഞങ്ങൾ അങ്ങയെ ഉപാസിച്ചു കൊള്ളാം കൃഷ്ണ എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഇനി ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്നിട്ട് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്താ പറയണേ? അന്തരംഗത്തിൽ സദാ പ്രണവമന്ത്രം, അതാണ് ഓങ്കാരം, വിഭാവനം ചെയ്തും ജീവവായുവിനെ പോലും അടക്കിയും നിർമ്മലചിത്തരായതിനു ശേഷം ഞങ്ങൾ സകല ഇന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരങ്ങളിൽ നിന്നു നിവർത്തിപ്പിച്ച് അങ്ങയുടെ ഉപാസനയിൽ മാത്രം ആസക്തരായി സ്ഥിതി ചെയ്തു കൊള്ളാം കൃഷ്ണ എന്നാ പറയണേ. ഈ ശ്ലോകത്തിൽ അഷ്ടാംഗയോഗത്തിലെ അടുത്ത 2 പടികളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇന്നലെ യമം, നിയമം, ആസനം എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞ്. ഈ ശ്ലോകത്തിൽ പ്രാണായാമം, പ്രത്യാഹാരം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 2 വരി നോക്കൂ. താരം അന്തരമനുചിന്യ, അന്തരനുചിന്യ സന്തതം, എല്ലായ്പ്പോഴും ഞാൻ അന്തരത്തിൽ താരം ഓങ്കാരത്തെ ഓർത്തുകൊള്ളാം. എന്നിട്ട് എന്ത് ചെയ്യാം? പ്രാണവായുമഭിയമ്യ നിർമ്മല, പ്രാണവായുവിനെ അടക്കി, അതായത് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളുണ്ട് പ്രാണായാമം ചെയ്യുമ്പോൾ. ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്ത്, അതായത് പൂരകം, കുംഭകം, രോചകം എന്നൊക്കെ പറയും. ഇവിടെ പറയുന്നത് പ്രാണായാമം, പ്രത്യാഹാരം എന്ന 2 യോഗാംഗങ്ങളെക്കുറിച്ചാണ്. പിന്നീട് ഈ 2 കാര്യങ്ങളും സമ്പാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓങ്കാരാനുസന്ധാനം ചെയ്യണം എന്ന മാർഗവും അടുത്ത 2 വരികളിലൂടെ പറയാം. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പലരും പ്രാണായാമം ചെയ്യുമ്പോൾ ഓങ്കാരം മുഴക്കുന്നത് നമുക്ക് കാണാം. ഈ ഓങ്കാരം മുഴക്കുന്നതിനോടൊപ്പം തന്നെ അവർ വായുവിനെ ക്രമീകരിക്കുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ പ്രാണായാമവും പ്രത്യാഹാരവും എല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ? സകല ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം. മറ്റുള്ള വ്യാപാരങ്ങളിൽ നിന്ന് നിർമ്മല ചിത്തരായിരിക്കണം നമ്മൾ. വേറെ മോശമായ ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കരുത്. ശുദ്ധമായ മനസ്സിനുടമയായിരിക്കണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഉപാസന പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് നമ്മളോടെല്ലാം പറയണേ. ഈ അഷ്ടാംഗയോഗങ്ങളിലൂടെ മാത്രം മോക്ഷം നേടുന്നവരുണ്ട്.
ഏതായാലും ഇങ്ങനെ പ്രാണായാമവും പ്രത്യാഹാരവും എല്ലാം അനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി ഞങ്ങൾ എന്ത് ചെയ്തു കൊള്ളാം? അങ്ങയെ ഉപാസിച്ചു കൊള്ളാം. കൃഷ്ണ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.